മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്നിവിടെ നമ്മളൊരു മത്തങ്ങക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചോറിൻ്റെ കൂടെ വളരെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു കറിയാണിത്. ഇത് ഒരുപാട് ഗ്രേവി ആയിട്ടൊന്നുമല്ല. അപ്പം ഒരു 1/2 കിലോ മത്തങ്ങ ഞാൻ ഇതുപോലെ ചെറിയ പീസ് ഇതുപോലെ ആക്കി അരിഞ്ഞെടുക്കണേ. എന്നിട്ട് പിന്നെ വേണ്ട ഒരു വലിയൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്, 2 ചുവന്നുള്ളി, 2 എണ്ണം മതി. ഇത് വലിയ ചുവന്നുള്ളി, അതുകൊണ്ട് 2. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്ന ജീരകം. ഇതെല്ലാം കൂടെ തോരൻ അരയ്ക്കുന്ന പോലെയല്ല, ഒരു സ്വല്പം കൂടെ ഒന്ന് അരയണേ. അതുപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ ഒരു ചെറിയൊരു കുക്കർ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ മത്തങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. കുക്കറിൽ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് അന്നേരം വെന്ത് കിട്ടും. അല്ലാതെ സാധാരണ ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ട് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിന് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണേ. ഒന്ന് നെകയ്ക്കുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വേവില്ല മത്തങ്ങയ്ക്ക്. സാധാരണ ഒരു പാത്രത്തിലിട്ട് വേവിച്ചാലും കുഴപ്പമില്ല. എനിക്ക് പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കുക്കർ ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരുപാട് സമയം നമുക്ക് കിച്ചണിനകത്ത് നിൽക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർത്താലേ. അതിനുവേണ്ടിയാണ് ഈസി ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുക്കാം. ഇവിടെ മത്തങ്ങ ഒരു 2 വിസിൽ ഞാൻ അടിച്ചിട്ടുണ്ട് കുക്കറിനകത്തിട്ട്. അപ്പോൾ അത് നന്നായിട്ട് വെന്തു ഇത് ഉടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഈ തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേനും അത് നല്ലപോലെ ഉടഞ്ഞ് കിട്ടും. എല്ലാം അങ്ങ് ഉടയ്ക്കണ്ട, കുറച്ച് മത്തങ്ങ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണേ. ഇത്രയും മതി. ഇത് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പില്ലേ, നേരത്തെ തേങ്ങയും പച്ചമുളകും, അതിങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ. ഗ്യാസ് കത്തിച്ച് കൊടുത്തേക്കണേ. ഇനി അത് 2-3 മിനിറ്റ് കിടന്നൊന്ന് വേവണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തേങ്ങ അരച്ചതില്ലേ, അത് ആ തേങ്ങയുടെ ഒരു പച്ചച്ചോവയൊക്കെ ഒന്ന് മാറി കിട്ടണം. പിന്നെ കുറച്ചും കൂടെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണേ. ഇത് ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. മത്തങ്ങയും പയറും കൂടെ നമ്മൾ വെക്കും, അല്ലാതെ മത്തങ്ങ മാത്രമായിട്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഉപ്പിട്ടിട്ടാണ് നമ്മൾ വേവിച്ചത്. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്ന് നോക്കിക്കണം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണേ. ഇത് അടച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. നമ്മളിത് അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റായി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കണ്ടോ. ഇനി ഒരു സ്വല്പം വെള്ളം കൂടെയുള്ളൂ. അത് ഇരുന്നങ്ങ് കുറുകും. ഇതേ കറി തണുത്ത് കഴിയുമ്പോൾ എപ്പോഴും അങ്ങനെ ചില കറികളൊക്കെ ആ ഗ്രേവിയൊക്കെ തന്നെ അങ്ങ് വറ്റിപ്പോക്കോളൂ. അപ്പോൾ ഇത്രയും കുറുകിയാൽ മതി നമുക്ക്. ഇത് ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. കുക്കറിനകത്ത് 2 വിസിലടിച്ചാൽ മതി. മത്തങ്ങ നല്ല ഭംഗിയായിട്ട് വെന്ത് കിട്ടും. പിന്നെ ജസ്റ്റ് ഇതാണ്ട് ഈ തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. എൻ്റെ ചാനലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇനിയിപ്പം നമുക്കിതിലേക്ക് കടുക് വറുത്തിട്ടാൽ മതിയേ. നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണേ. കടുക് പൊട്ടിക്കഴിയുമ്പം ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം. ചുവന്നുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കണേ. ഇതാ ഒരു ലൈറ്റ് ബ്രൗൺ ആയി. അപ്പം നമ്മൾ 1 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കണേ. ഞാൻ ഫ്ലെയിം സിമ്മിലേക്ക് വെച്ചേക്കുക കേട്ടോ. നിങ്ങൾ ഫ്ലെയിം കൂട്ടി വെക്കരുത് ഈ സമയത്ത്, അന്നേരം പിന്നെ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവേ. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഈ തേങ്ങ ഇടുന്നതുണ്ടല്ലോ, ഈ തേങ്ങ ഇങ്ങനെ ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുമ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കറിക്ക്. ഈ ഒരു എരിശ്ശേരി പോലത്തെ എല്ലാ കറിക്കും നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ഇതുപോലെ വറുത്തിടുവേ. ഒരു ലൈറ്റ് ബ്രൗൺ ആയാൽ മതി തേങ്ങ. ഈ എണ്ണയിൽ കിടന്നിങ്ങനെ വറുത്ത് വരുമ്പോഴേ നല്ലൊരു മണമാണേ. അതുപോലെ തന്നെ കറിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒരു ബ്രൗൺ കളറായേ. ഇനി നമുക്ക് മത്തങ്ങയിലോട്ടങ്ങ് ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കുക. ഈ
മത്തങ്ങക്കറി കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയാണ്. ആ ഒരു യെല്ലോയ്ക്കകത്ത് ആ ഒരു മുളകിൻ്റെ ബ്രൗണും എല്ലാം കൂടെ അങ്ങോട്ട് വരുമ്പോഴുണ്ടല്ലോ, കാണാൻ തന്നെ നല്ല രസം. ഇത് അതുപോലെ കഴിക്കുമ്പോഴുള്ള ടേസ്റ്റും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇനി ഒരു 2 മിനിറ്റ് നമുക്കിതങ്ങ് അടച്ചു വെച്ചേക്കാം. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കണേ. അടച്ചു വെച്ചിട്ട് നമുക്കൊരു ബൗളിനകത്തിട്ട് മാറ്റാം. നമ്മുടെ മത്തങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയായി. ഇതിൻ്റെ കൂടെ പോകുന്ന കോമ്പിനേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നല്ല മീൻകറി ഉണ്ടല്ലോ, മുളക് ഇട്ട് വെച്ച് നല്ല ചുവന്ന മീൻകറിയുടെ കൂടെ ഭയങ്കര ടേസ്റ്റായത് കേട്ടോ. പിന്നെ ഫ്രൈ ഐറ്റം എല്ലാം പോവും. പിന്നെ നമ്മുടെ എരിവുള്ള നല്ല മെഴുക്ക് പുരട്ടികൾ, അതിൻ്റെയൊക്കെ കൂടെ ഇതും കൂടെ ചേർത്ത് ചോറുണ്ണുവാണെങ്കിൽ ഉണ്ടല്ലോ, നല്ല സൂപ്പർ ഊണായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. വളരെ സിമ്പിളാണ്. ഒന്നാമത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ടേസ്റ്റിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.